പെൻഷൻ പ്രായത്തിൽ കൊമ്പുകോർത്ത് യൂത്ത് കോൺഗ്രസും INTUCയും UDF അധികാരത്തിൽ വന്നാൽ പെൻഷൻ പ്രായം 60 ആക്കണമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖർ പറഞ്ഞു. പെൻഷൻ പ്രായം കൂട്ടുന്നത് അംഗീകരിക്കില്ല എന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയും പ്രതികരിച്ചു. NGO അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് ഇരുവരും നിലപാട് വ്യക്തമാക്കിയത്. 56 വയസ്സ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും എനിക്കതിനോട് യോജിപ്പില്ല. നിങ്ങളുടെ സ്ഥിതി എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ പെൻഷൻ പ്രായം 60 വയസ്സാക്കണം എന്ന ഒരു നിർദ്ദേശം ഈ സമ്മേളനം പാസ്സാക്കണം എന്നുള്ളതാണ്. INTUCയുടെ പ്രസിഡന്റ് അദ്ദേഹം ചിന്തിക്കേണ്ടത് 56 വയസ്സിന് ശേഷം ഈ ഇരിക്കുന്നവരൊക്കെ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്കിലും ജില്ലയിലും തുടങ്ങി MLA-മാരൊക്കെ ആവേണ്ടവരാണ് ഈ ഇരിക്കേണ്ടത്. അപ്പം അവരെ 60 വയസ്സ് വരെ നീട്ടി ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളതാണ് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ നിലപാട്. PR പ്രവീണ വിവരങ്ങളുമായി. പ്രവീണ, രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒരേ വേദിയിൽ ഉന്നയിക്കപ്പെടുകയായിരുന്നത് പരസ്യമായി തന്നെ പറയുകയും ചെയ്യുന്നു. NGO അസോസിയേഷൻ, അതായത് കോൺഗ്രസിന്റെ ഭരണാനുകൂല സംഘടനയായ സർവീസ് സംഘടനയായ NGO അസോസിയേഷന്റെ 49ാമത് സംസ്ഥാന സമ്മേളന വേദിയിലായിരുന്നു ഇരുവരും നിലപാട് പറഞ്ഞത്. വേദിയിൽ ഇരുത്തി, അതായത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെയും മറ്റ് KPCC അംഗങ്ങളെയും ഒക്കെ വേദിയിൽ ഇരുത്തിയാണ് INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ 60 വയസ്സ് 56 എന്നുള്ളത് 60 വയസ്സാക്കി പെൻഷൻ പ്രായം ഉയർത്തണമെന്നും NGO അസോസിയേഷന്റെ ഈ സംസ്ഥാന സമ്മേളനം അത്തരമൊരു നിവേദനം പാസ്സാക്കണമെന്നുമുള്ള ആവശ്യം ഉന്നയിച്ചത്. അതിനുശേഷം അദ്ദേഹം വേദി വിട്ടു പോയ ശേഷമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അബിൻ വർക്കി പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നത്. പക്ഷെ അദ്ദേഹം ആ സമയത്താണ് യൂത്ത് കോൺഗ്രസും നിലപാട് വ്യക്തമാക്കിയത്. ശരി, PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്.